welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin, your physics master teacher, and ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഫിസിക്സ് അല്ല, ഫിസിക്സ് അടക്കം ഒന്നടങ്കം അല്ലേ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ പോവാണ്. നമ്മൾ കുറേ എക്സാംസിൻ്റെ ഒക്കെ ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു സെഷൻ ആയിരിക്കും. കാരണം എന്താണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പം 10th കഴിഞ്ഞ പോലെയാണോ +1 ഇംപ്രൂവ്മെൻറ്റും, അതുപോലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാം ടഫ് ആയിരിക്കുമോ? നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാം നല്ല ടഫായിരിക്കും, നമ്മുടെ നേരത്തെ കഴിഞ്ഞ എക്സാം പോലെ അല്ലായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഇനി ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ, ലെറ്റ്സ് സേ സപ്പോസ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് പഴയതിനേക്കാൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മാർക്കാണ് എൻ്റെ എടുക്കുന്നത്? ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കുറേ കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെല്ലാത്തിനുള്ള ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ. ഇത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ലൈക്ക് ഇപ്പം എന്താ പറയുക, നമ്മൾ +1 തോറ്റു, അതായത് നമുക്ക് നല്ല മാർക്ക് കിട്ടിയില്ല, നമുക്ക് വളരെ കുറവ് മാർക്കാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫ്യൂച്ചർ? എനിക്ക് ഫെയിൽഡ് എന്നുള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ വരുമോ? എങ്ങനെയായിരിക്കും +2 സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് വരിക? ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം. സോ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ യെസ്, അപ്പം ഈ ഒരു സെഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. യെസ്, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ എഴുതാൻ പോകുന്നു നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പല സാഹചര്യം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിക്കാണില്ല ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ +1. സോ ഡെഫിനറ്റ്ലി ഇനി എൻ്റെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പഴയതിനേക്കാൾ എനിക്ക് കുറവ് മാർക്കാണ് കിട്ടിയതെങ്കിൽ എൻ്റെ ഏത് മാർക്കായിരിക്കും പരിഗണിക്കുക? സർട്ടിഫിക്കറ്റ് വരുമ്പോൾ പിന്നെ ഏത് മാർക്കായിരിക്കും ഉണ്ടാവുക? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ 2 എക്സാമിൽ, അതായത് നിങ്ങൾ ആദ്യം എഴുതിയ +1 എക്സാമും ഇംപ്രൂവ് ചെയ്ത് എഴുതിയ എക്സാമിലും ഏതിനാണോ കൂടുതൽ മാർക്ക്, ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ +1 ആദ്യം എഴുതിയ എക്സാമിനാണ് കൂടുതൽ മാർക്കെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മുടെ 10th പോലെ അല്ലാത്ത വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ നമ്മൾ ഇന്റേണൽ മാർക്ക് കൂടെ കൂട്ടിയിട്ട് നമ്മൾ പാസ്സായാൽ മതി അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതായത് നമ്മൾ റിട്ടേൺ എക്സാമിൽ എഴുതി നമ്മൾ മിനിമം മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ എന്താ പറയുക, പ്രാക്ടിക്കൽസ് ഇല്ലാത്ത ലൈക്ക് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ്, ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എടുക്കുവാണ്. അപ്പം നമുക്കറിയാം 100+100 200ലാണ് +2 മാർക്ക് വരെ അല്ലേ? അപ്പം അതിൽ 20 മാർക്ക് എന്താണ്? യെസ്, 100ൽ 20 മാർക്ക് നമ്മുടെ ഇന്റേണൽ മാർക്കാണ്. എഗെയിൻ നമ്മൾ +2 നോക്കുവാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരുന്നത്? യെസ്, 160 മാർക്ക് അല്ലേ? 160 മാർക്കാണ് നമുക്ക് ടോട്ടൽ നമ്മുടെ ഇംഗ്ലീഷിന് +2 അല്ലെ? +2 സർട്ടിഫിക്കറ്റ് വരുമ്പോൾ 160, ബാക്കി 20 എന്താണ്? നമ്മുടെ ഇന്റേണൽ മാർക്കാണ്. ഈ 160 നമുക്ക് മിനിമം മാർക്ക്, അതായത് 48 മാർക്ക്, ഓക്കെ, 48 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതായത് റിട്ടേൺ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങൾ പാസ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി +1 നിങ്ങൾക്ക് 0 മാർക്കാണെന്ന് വിചാരിക്കാം. +2 നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ റിട്ടേൺ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് +2 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാണ്. അതായത് +1 നിങ്ങൾ തോറ്റു ജയിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. +1 നിങ്ങൾക്ക് A+ ഉണ്ട്, അല്ലെങ്കിൽ +1 എനിക്ക് B+ ഉണ്ട് എന്ന് പറയുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. +2 വരുമ്പം കമ്പൈൻ ചെയ്തിട്ട് എത്ര മാർക്കാണോ വരുന്നത് അതായിരിക്കും നിങ്ങളുടെ ഓവറോൾ ഗ്രേഡ്, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായോ ഫെയിലായോ ഇതൊക്കെ നിങ്ങളുടെ നിശ്ചയിക്കുന്നത്. ഓക്കെ അല്ല? അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽസ് ഉള്ള എക്സാംസ് നോക്കുവാണെങ്കിൽ 60 ആണ്, 60 മാർക്കിനാണ് നമ്മൾ റിട്ടേൺ എക്സാം എഴുതുന്നത്. സോ 60+60 120 മാർക്കിൽ 36 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പാസ്സാവത്തുള്ളൂ. അതും +1 നമുക്ക് കിട്ടിയിട്ടില്ല, +2 നമുക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇപ്പോൾ +1 നിങ്ങൾക്ക് വെറും 6 മാർക്കേ ഉള്ളൂ, +2 നിങ്ങൾ 30 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സായി. ഓക്കെ അല്ലേ? സോ ഈ മിനിമം മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ 10th പഠിക്കുന്ന സമയത്ത് ഓഫ്കോഴ്സ് നിങ്ങൾ എന്താണ്, ഇന്റേണൽ മാർക്ക് അടക്കം നിങ്ങൾ പാസ്സായാൽ മതിയായിരുന്നു. പക്ഷേ +1 വരുമ്പം, അല്ലെങ്കിൽ +2 വരുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? യെസ്, ഇന്റേണൽ മാർക്ക് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അത് നമ്മുടെ പ്രാക്ടിക്കൽസ് ഇല്ലാത്ത പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 48 മാർക്കും, പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ 36 മാർക്കുമാണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ്? യെസ്, ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാം നമുക്ക് എന്താ പറയുക, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ മിനിമം എത്ര മാർക്ക് വേണം, +1 തോൽവിയുണ്ടോ, +1 എനിക്ക് ആ ഗ്രേഡായിപ്പോയി, അത് പ്രശ്നമുണ്ടോ? സോ ഇതിനെ പറ്റിയിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട, കൂടുതലായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. അഫ്കോഴ്സ് നിങ്ങൾക്കുള്ള ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. മിനിമം മാർക്ക് നിങ്ങൾ +1 +2 നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ് ആവാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത്
ഇംപ്രൂവ്മെൻറ്റ് എക്സാം ടഫാണോ? യെസ്, ഒരുപാട് പേരുടെ ചോദ്യമാണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാം ടഫാണോ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും എന്നൊക്കെയുള്ള കുറേ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇംപ്രൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാം പോലെ ടീച്ചേഴ്സ് ഇടുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, ഈ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി, കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നാൽ ടഫാക്കാം എന്ന് പറയുന്ന സിസ്റ്റം ഒന്നുമില്ല. ചില വർഷങ്ങൾ നമ്മൾ ബോർഡ് എക്സാം ആണെങ്കിലും പറയാറുണ്ടല്ലോ ഈ വർഷം ടഫായി, അതുപോലെ മേ ബി ഇമ്പ്രൂവ്മെൻറ്റ് ടഫാകാം. ചിലപ്പോൾ നമ്മൾ പറയും ഇപ്രാവശ്യത്തെ ബോർഡ് എക്സാം വളരെ ഈസി ആയിരുന്നു അല്ലേ, ഇപ്രാവശ്യത്തെ ഫിസിക്സ് ഭയങ്കര ഈസി ആയിരുന്നു, കെമിസ്ട്രി ടഫായിരുന്നു. ഇതേ സാഹചര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വരാം. അതല്ലാതെ ഇൻറ്റൻഷനലി ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ, നല്ല മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുക എന്നുള്ള ധാരണ മാറ്റിയേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണോ ബോർഡ് എക്സാമിന് വരുന്നത് അവിടെയും നമുക്ക് ചില സമയത്ത് മാറ്റങ്ങൾ വരാറുണ്ട്. ഈ വർഷം നിങ്ങൾക്ക് ഫിസിക്സ് എളുപ്പമായിരുന്നു, അടുത്ത വർഷം നിങ്ങൾക്ക് ഫിസിക്സ് ടഫായിരിക്കാം. ഓക്കെ, സോ അതേ വ്യത്യാസങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാവും, ഇംപ്രൂവ്മെൻറ്റിലും ഉണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടഫ് എക്സാം ആണ്, നമുക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു എക്സാം അല്ല. ഓക്കെ, അതെല്ലാവരും മനസ്സിൽ വെക്കുക. കാരണം എല്ലാവരും ഇതെന്തായാലും ടഫായിരിക്കുമല്ലോ, ഇന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്തിട്ടും പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഓൾസോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ്, ഇനിയുള്ളത് വളരെ തുച്ഛമായ ദിവസങ്ങളല്ലേ, 10-20 ദിവസങ്ങളാണ് ഉള്ളത്, 20-22 അല്ലേ, ഇത്രയും ദിവസങ്ങളാണ് ഉള്ളത്. ഈ ദിവസങ്ങളിൽ പഠിച്ചിട്ട് എനിക്ക് +2ൻ്റെ ക്ലാസ്സസ് നോർമലായിട്ട് തന്നെ സ്കൂളിൽ പോകുന്നുണ്ട്, അതിന് കൂട്ടത്തിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റും കൂടെ പഠിച്ചിട്ട് പാസ്സാവാനല്ല, നല്ല മാർക്ക് അല്ലേ. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? നമുക്ക് പാസ്സാവാനല്ല ലക്ഷ്യം അല്ലേ. പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എളുപ്പമാണ് അല്ലേ, പാസ്സാവാനാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാസ്സായാൽ മതിയായിരുന്നു. ഇതെങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ പഠിച്ചതിൻ്റെ ഇരട്ടി പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും പാസ്സാവുകയല്ല നമ്മുടെ ലക്ഷ്യം, ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം. സോ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് വൃത്തിക്കിരുന്ന് ലൈൻ ബൈ ലൈൻ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് പോരാ എന്നുള്ളതായിരുന്നു നിങ്ങളുടെ എക്സാമിൻ്റെ പ്രത്യേകത അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയത്. ഇപ്രാവശ്യം അതെല്ലാം നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്ക് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കുറവ് പഠിച്ചാൽ അതിനേക്കാട്ടിലും കുറവ് മാർക്ക് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 10 ദിവസം കൊണ്ടാണ് പഠിച്ചതെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾ അതിൽ കൂടുതൽ ദിവസം എടുത്ത് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. സോ എങ്ങനെയാണ് മിസ് ഈ +2ൻ്റെ ക്ലാസ്സും ഇമ്പ്രൂവ്മെൻറ്റും കൂടെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്? ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അല്ലേ, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ഏകദേശം നമ്മളൊരു 3 സബ്ജക്റ്റ്, എല്ലാവരും 3 സബ്ജക്റ്റുകൾ ചെയ്യുന്നവരുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നോക്കുവാണെങ്കിൽ ഒരു 13-14 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെയും എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിന്, ഇപ്പോൾ 3 സബ്ജക്റ്റും ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങളൊരു 1.5 hours എങ്കിലും മിനിമം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. അതിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 6 മാസം മുമ്പ് നിങ്ങൾ വായിച്ച് പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2 ചാപ്റ്റർ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ പഠിക്കുക എന്ന് പറയുന്ന അത്ര വലിയ ടാസ്ക് അല്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് അത്ര വലിയ ടാസ്ക് അല്ല. എങ്കിലും നമുക്കറിയാം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം, എങ്കിലേ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ അല്ലേ. നല്ല സൂപ്പറായിട്ട് ലൈൻ ബൈ ലൈൻ പഠിച്ചാലേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഡീഷണൽ കുറച്ച് സമയം, അതായത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്, അതായത് റിവിഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ എന്താണ് പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം സമയം കണ്ടെത്താം. ആൻഡ് ഓൾസോ +2-ന് നിങ്ങൾക്ക് മിക്ക സ്കൂളുകളിലും ഇപ്പം പോർഷൻസ് കുറച്ച് കുറവായിരിക്കും എടുക്കുന്നത്, കാരണം അവർക്കറിയാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുള്ളത്. ഇനി അതല്ലെങ്കിൽ പോലും ഡെയിലി പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇരുന്നിട്ട് ഹോംവർക്സും കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും ഈ ഇമ്പ്രൂവ്മെൻറ്റ് കഴിയുന്നതോടുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ +2ൻ്റെ റെഗുലർ ക്ലാസ്സസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേദാന്തു മലയാളത്തിൽ ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു അടിപൊളി സീരീസ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ, ട്രയംഫ് അല്ലേ, നമ്മൾ ഇംപ്രൂവ്മെൻറ്റ് റെവല്യൂഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നമ്മുടെ ക്ലാസ്സസ് നോക്കുക, ഇന്ന് ഏത് ചാപ്റ്ററാണ് വരുന്നത്, ഇന്ന് ഏത് സബ്ജക്റ്റാണ് വരുന്നത്, ഇതെനിക്ക് യൂസ്ഫുൾ ആണോ, ഞാൻ ബയോളജി ചെയ്യുന്നില്ല, ഇനി എന്നാ ഫിസിക്സ് വരുന്നത്, ഇനി എന്നാ കെമിസ്ട്രി വരുന്നത്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ആ ഡേറ്റ് ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിനുള്ളത് 25-ാം തീയതിക്ക് മുൻപായിട്ട് നമ്മൾ 25 ഡേയ്സ് ചാലഞ്ചാണ്, 22 ഡേയ്സിനുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്യും. ആൻഡ്
ഫ്രീ ഓഫ് കോസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തരുവാണ്. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഇവിടെ ഓൾ സെറ്റാണ്. ആൻഡ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടെ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും ഇരിക്കുവാണ്. നിങ്ങളും അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രയംഫിൻ്റെ സ്കെഡ്യൂൾ നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ അവിടെ എന്താ പറയുക നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ദിവസങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ദെൻ അഫ്കോഴ്സ് ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസും എല്ലാമായിട്ട് ടീച്ചേഴ്സ് വരുന്നതായിരിക്കും കേട്ടോ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ. സോ അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ അറിയാം, അതായത് നിങ്ങളിപ്പോൾ +1 എക്സാം കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയേക്കുവാണ്. 2ാം പ്രാവശ്യം നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. സോ ഈ ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇനിയിപ്പം ഇംപ്രൂവ്മെൻറ്റിന് ഞാൻ പൈസ കൊടുത്ത് എനിക്ക് പഠിക്കാൻ മനസ്സൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. +1 ആണ് ഈസി. ഓക്കെ, +2 കുറച്ച് ടഫാണ്. നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ സ്കോർ +2ന് കിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാൻസും കൂടെ നിങ്ങൾ മിസ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റായിട്ടിരിക്കുവാണ്, പക്ഷേ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മനസ്സില്ല, എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ചുമ്മാ പോയി എഴുതാം എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. +1 നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് +2 കിട്ടത്തില്ല. കാരണം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, തലയിൽ ഓർത്ത് വെച്ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഡെറിവേഷൻസിൻ്റെ ഒരു പുഴ തന്നെ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പം ആ പുഴ കടന്ന് നിങ്ങൾക്ക് അപ്പുറത്ത് എത്തുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് +1 മാക്സിമം എത്ര മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും നിങ്ങൾ വാങ്ങിക്കാം. ഓക്കെ, +2 അത്രയും തന്നെ വാങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് വർക്ക് കൂടുതൽ വേണ്ട സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 36 മാർക്സ് പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിൽ ഒരു 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് അത് ഏറ്റവും നേരത്തെ എത്രയും പെട്ടെന്ന് ആക്കി വെക്കുക. ഓക്കെ, +2 ഇതേ മാർക്ക് കിട്ടണമെങ്കിൽ ഇരട്ടി എഫേർട്ട് നിങ്ങൾ ഇടേണ്ടതുണ്ട്. നിങ്ങളുടെ ഏത് സീനിയേഴ്സിനോട് വേണമെങ്കിലും ചോദിച്ചോളൂ, +2 ആണോ +1 ആണോ ഈസി എന്ന് ചോദിച്ചു നോക്കൂ. +1 ആണ് ഈസി. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കരുത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, ഒരു 10-25 ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇപ്പം ഫിസിക്സിൻ്റെ കേസാണെങ്കിൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് അല്ലേ. സോ ഈ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവാം. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്ക് ഈ പ്രാവശ്യത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങൾ വാങ്ങിക്കുക. +2 നിങ്ങൾക്ക് അത്രത്തോളം സ്ട്രെസ്സ് കുറയും. കാരണം ഈ പറഞ്ഞതുപോലെ +2 +1 കൂടുതൽ മാർക്ക് വാങ്ങിച്ചവരുണ്ട്. അവരുടെ ജേണി നിങ്ങൾ ചോദിച്ചു നോക്കും. +2 അവർ ഇരട്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. +1 മാർക്ക് കുറഞ്ഞതിൻ്റെ ടെൻഷനും അതുപോലെ തന്നെ +2 ടോട്ടൽ മാർക്ക് എനിക്ക് ഇത്ര വേണമെന്നുള്ള ടാർഗറ്റും അവർക്കുണ്ട്. സോ അവർ നല്ല രീതിയിൽ, അതായത് +1 പഠിച്ചതിൻ്റെ ഇരട്ടി എഫേർട്ട് എടുത്ത് +2 പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ മാക്സിമം മാർക്ക് +1 മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാർക്ക് മാത്രം മതി. കുറച്ച് മാർക്ക് എന്നല്ല പറയുന്നത്, അത്രയും എഫേർട്ടോട് കൂടെ തന്നെ നമുക്ക് അതേ മാർക്ക് +2 മേടിക്കാം. ഓക്കെ, യെസ്. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മൈൻഡിൽ കയറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാമും എങ്ങനെ പഠിക്കും എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. ഇപ്പം കോൺസെൻട്രേഷൻ ഒരു 70% നിങ്ങൾ എവിടെ ആയിരിക്കണം? യെസ്, നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റിലായിരിക്കണം. 30% മതി നിങ്ങളുടെ +2. കാരണം +2 വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ലോഗ്സ് വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ഇംപ്രൂവ്മെൻറ്റിന് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുക, കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ലേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ച സമയത്ത് നിങ്ങളുടെ നോട്ട്സ്. ഓക്കെ, ആ നോട്ട്സ് ഒക്കെ ഇരുന്നിട്ട് വായിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ഉണ്ടാകാനായിട്ട് കാരണക്കാരനാവുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ +1 +2 എങ്ങനെ പഠിക്കുമെന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പം ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ട്. ഇന്ന ദിവസം ഞാൻ ഇന്ന സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റിന് നോക്കുന്നത്, ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റാണ് ഞാൻ +2 നോക്കുന്നത്. കൃത്യമായിട്ടൊരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വേദാന്തുവിൻ്റെ നമ്മുടെ ഇപ്പം ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ വരുന്നത് ഇംപ്രൂവ്മെൻറ്റിന് നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് മാറ്റി നിർത്തി നമ്മുടെ +2. ഓക്കെ, +2 നമ്മൾ മുന്നേ ആണെങ്കിൽ നമ്മൾ കുറച്ചധികം ലെക്ചേഴ്സ് ഇട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ആൻഡ് നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട്, നമ്മൾ
നമ്മുടെ ടൈം ടേബിൾ പക്കയാണ്. ഡിസംബർ വരയ്ക്കുള്ളിൽ നമ്മൾ എല്ലാ പോർഷൻസും തീർക്കും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ടൈം ടേബിളിൻ്റെ ഒരു പവറാണത്. ഓക്കെ, നമുക്ക് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് വന്നത് എവിടെ നിന്നാണ്? കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നമുക്കറിയാം ഈ സമയത്ത് നമ്മൾ കുറച്ച് പോർഷൻസ് കുറച്ച് കഴിഞ്ഞാലും അടുത്ത മാസങ്ങളിൽ അത് മേക്കപ്പ് ആയി പോകും. സോ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കാനായിട്ട് ആരും മറക്കരുത്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് എഴുതി പഠിക്കുക. ഓക്കെ, കാരണം നിങ്ങളിപ്പം എക്സാമിന് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കാണും. പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങ് എഴുതുമ്പോൾ വരുന്നില്ല. കാരണം എന്താ, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിലിങ്ങ് പറഞ്ഞു പോവുക ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അത് എഴുതി നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓർത്തെടുക്കാനായിട്ട്. സോ എഴുതി പഠിക്കുക, ഓരോ പ്രാവശ്യം എഴുതി പഠിക്കാനായിട്ട് നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഓക്കെ, പ്രോപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഓരോ ചാപ്റ്റർ ബേസ് ആവുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക. ഇനി അതേസമയം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് വൺസ് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു റൗണ്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഞാൻ തരുന്നൊരു വാക്കാണ്. സോ ഓഫ്കോഴ്സ് നോട്ട്സ് നിങ്ങൾ മാക്സിമം പഠിക്കുക. മൈൻഡ് മാപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ വേദാന്തുവിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്സിനടക്കമുള്ള മൈൻഡ് മാപ്പുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ ഷോർട്ട് നോട്ട്സ് അത് എപ്പോഴും വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ എണീക്കുമ്പോൾ ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതിൻ്റെ ഷോർട്ട് നോട്ട്സിലൂടെ ഒന്ന് പോവുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ എത്ര ദിവസം വേണമെങ്കിലും അത് നമ്മുടെ തലയിൽ നിന്നോളും. ഓക്കെ, അതുപോലെ എഴുതി പഠിക്കാനായിട്ട് ആരും മറക്കരുത്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കുറേ ഡാറ്റാസൊക്കെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കൺഫ്യൂഷനിലുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ അതെല്ലാം സെറ്റായി എന്ന് വിശ്വസിക്കുന്നു. സെറ്റായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെറ്റാണ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻസ് ഉണ്ട്, ഇനിയും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നമ്മളെ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും വരുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് വീഡിയോസ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, എഗെയിൻ യെസ്, വേദാന്തുവിൻ്റെ ടൈം ദ ഇംപ്രൂവ്മെൻറ്റ് റെവല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ റിവീൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നമ്മുടെ ജേർണലിൽ നമ്മളതൊക്കെ പറയുന്നതായിരിക്കും. സോ ഫോർ ദാറ്റ് സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.